അച്ഛൻ്റെ ബിസിനസ് നോക്കി നടത്താനല്ല ആഗ്രഹം, പകരം തൻ്റെതായ ഒരിടം സൃഷ്ടിക്കണമെന്ന സ്വപ്നത്തിന്മേൽ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിൻ്റെ കഥ, അദാനിയുടെ കഥ. ഇന്ത്യയിലെയും ഏഷ്യയിലെയും പോലും ഏറ്റവും വലിയ കോടീശ്വരനായി തീർന്ന ഗൗതം അദാനി. എല്ലാവർക്കും കേട്ട് പരിചിതനായ പേര്. 2022 ഫോബ്സ് മാഗസിൻ്റെ പട്ടികയിലായിരുന്നു അദാനി ഏറ്റവും വലിയ കോടീശ്വരനായി തീർന്നത്. ഒരു യഥാർത്ഥ ബിസിനസ് ഭീമൻ. ഗുജറാത്തിലെ ബനിയ കുടുംബത്തിൽ ജനിച്ച ഗൗതം ശാന്തിലാൽ അദാനി. രക്തത്തിൽ പോലും ബിസിനസ് അലിഞ്ഞു ചേർന്നിട്ടുള്ള വിഭാഗക്കാരാണ് ബനിയ കുടുംബം. പഠിക്കുന്ന കാലം മുതൽക്കേ ബിസിനസ് ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ടാവുന്ന അദാനി പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരുന്നു. അവിടെ നിന്നും ഗൗതം അദാനി തൻ്റെ സാമ്രാജ്യത്തെ കെട്ടിപ്പടുത്ത കഥ തുടങ്ങുന്നു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം ഡ്രോപ്പ് ഔട്ടാക്കി വന്ന അദാനി ചെറുകിട തുണി വ്യാപാരം നടത്തുന്ന അച്ഛൻ്റെ വ്യാപാരം നോക്കി നടത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നടന്നത് ആരെയും അമ്പരിപ്പിക്കുന്ന ഒരു ജീവിത നാൾ വഴിയായിരുന്നു. അച്ഛൻ്റെ വ്യാപാരം ഏറ്റെടുക്കാതെ 1978 ബോംബെയിലേക്ക് തിരിക്കുന്നു. ആദ്യമായി ഏറ്റെടുത്തത് വജ്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു ജോലി. അവിടെ വെച്ച് എവിടെയൊക്കെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, എങ്ങനെ പണം ഉണ്ടാക്കണം എന്നതിനെപ്പറ്റി മനസ്സിലാക്കുകയും പുതിയ ആശയങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മുംബൈയിൽ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യാമെന്ന് ശ്രമിച്ചുവെങ്കിലും വലിയ വിജയമായൊന്നും അത് മാറിയില്ല. അങ്ങനെയിരിക്കെ 1981 അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അഹമ്മദാബാദിൽ ഒരു പ്ലാസ്റ്റിക് യൂണിറ്റ് വിലയ്ക്ക് വാങ്ങുന്നു. ഒപ്പം തൻ്റെ ബിസിനസ് നോക്കി നടത്താനും മറ്റുമായി അദാനിയെ വിളിക്കുന്നു. സത്യത്തിൽ ആ ഒരു ക്ഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്. PVCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അദാനിക്ക് അന്ന് നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നത്. ഈ പ്ലാസ്റ്റിക് യൂണിറ്റിന് ഒരുപാട് PVCയുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 10 ഇരട്ടിയോളമാണ് അവർക്ക് ആവശ്യമുള്ളത്. പുറത്തുനിന്നും PVC ഇറക്കുമതി ചെയ്യാമെന്ന് ഗൗതം അദാനി തീരുമാനിച്ചു. ഏതാണ്ട് 4 വർഷം ഈ ഇറക്കുമതി തുടർന്നു. അങ്ങനെ ആഗോളപരമായിട്ടുള്ള ബന്ധങ്ങളും അദാനിക്ക് വളർന്നു. ഒരു വ്യവസായത്തിനു വേണ്ടത് എന്തെല്ലാമാണെന്ന് അതിലൂടെ കൃത്യമായി അദ്ദേഹം മനസ്സിലാക്കുന്നു. 1981 മുതൽ 85 വരെ ജ്യേഷ്ഠന്റെ കീഴിൽ ജോലി ചെയ്ത് 85 സ്വന്തമായി ഇനി വ്യാപാരം ആരംഭിക്കാമെന്ന് അദാനി തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ മറ്റൊരാഗ്രഹമായിരുന്നു ഒരു ബിസിനസ്സിൽ തന്നെ ഒതുങ്ങി നിൽക്കാതെ പലതിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കണമെന്നത്. അക്ഷരാർത്ഥത്തിൽ ആ സ്ട്രാറ്റജി വിജയിച്ചുവെന്ന് തന്നെ പറയാം. അദാനി എക്സ്പോർട്സ് എന്ന പേരിൽ ആദ്യം ഒരു കമ്പനി സ്ഥാപിച്ചെങ്കിലും പിന്നീട് കെമിക്കൽസും പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇമ്പോർട്ടിംഗ് നടത്തി. പിന്നീട് 3 വർഷങ്ങൾക്കിപ്പുറം അദാനി എൻ്റർപ്രൈസസ് എന്ന പേരിൽ പുതിയ കമ്പനി സ്ഥാപിക്കുന്നു. ഇന്ന് അദാനി ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥാവകാശം ഈ കമ്പനിയുടെ കീഴിലാണ് ഉള്ളത്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ കുറുക്കൻ ആശയം തൻ്റെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ പങ്കാണ് വഹിച്ചത്. അദാനി ഗ്രൂപ്പിന് എത്രത്തോളം കോട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അതിനേക്കാൾ നല്ലൊരു നേട്ടവും അദ്ദേഹം കൈവരിക്കുന്നുമുണ്ട്.